നമ്മുടെ നാട്ടിൽ നമ്മൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു സ്ഥിരം കാഴ്ചയാണ് ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ജാതകം മറ്റും നടക്കും ആക്രമണാസക്തമാകുമ്പം മറ്റേ വാട്ടർ ക്യാനം വെച്ച് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നേരെ ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തെക്കുറിച്ച് പലപ്പോഴും പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പലപ്പോഴും പറഞ്ഞു കേട്ടത് ഇതിൽ ശരീരം ചൊറിഞ്ഞു പോകുന്ന രീതിയിലുള്ള അത്രയും വൃത്തിയായിട്ട് വെള്ളമാണ് കൊണ്ടുവരുന്നത്, വേറെ എന്തോ ചൊറിയുന്ന വസ്തുക്കളിൽ ചേർക്കും എന്നൊക്കെ പലപ്പോഴും പരാതി പറയാറുണ്ട്. പിന്നെ മറ്റു ചില പറയാറുള്ളത് ജീവിതത്തിൽ ഒരിക്കലും കുളിക്കാത്ത ചില ആളുകൾ ഫ്രീ ആയിട്ട് കുളിക്കാൻ അവസരം കിട്ടിയെന്ന് തമാശയായിട്ട് പലരും പറയാറുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന AISF AIYF ജാഥയിൽ പ്രയോഗിച്ച വെള്ളം പിണറായിയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ കുപ്പി വെള്ളം നിയമസഭയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അത് വലിയ ഒരു രസമുണ്ട് അതിനകത്ത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ മന്ത്രി K. രാജനും കിട്ടി ഇതിന്റെ പരിപാടി. പുള്ളി നിയമസഭയിൽ ഇറങ്ങി ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോയി. PM ശ്രീക്കെതിരെയുള്ള സമരമാണ്, PM ശ്രീ ഒപ്പിട്ടതിനെതിരെയുള്ള സമരമാണ്. ഓർത്തോണം, PM ശ്രീ ഒപ്പിട്ടത് പിണറായി സർക്കാരാണ്. അന്നും ഇവര് സമരം നടത്തിയിരുന്നു. ഈ CPI പ്രധാനപ്പെട്ട CPI നേതാക്കന്മാരെല്ലാം മക്കൾ പഠിച്ച കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണ്. എന്നാലും കുഴപ്പമില്ല, K. രാജന് അത് ബാധകമല്ല. എന്തായാലും അന്നും ഇവർ സമരം നടത്തിയിരുന്നു. അതായത് ഭരിക്കുന്ന സർക്കാരിനെതിരെ ഭരണ പാർട്ടിയിലുള്ള പോഷക സംഘടനയായിട്ടുള്ള AISF AIYF അന്നും സമരം നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ വീണ്ടും അവർ സമരത്തിന് വന്നപ്പോഴാണ് ഈ കലക്കവെള്ളം കൊണ്ട് അടിച്ചത്. കലക്കവെള്ളം അടിച്ച പുറകെ ഇവർ പരാതിപ്പെട്ടു. പിണറായി വിജയൻ ഇത് ഒരു കുപ്പിക്കകത്ത് കൊണ്ടുവന്നു. അത് കുപ്പിയിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നൊരു റൂട്ട് മാപ്പ് പോലെ നമ്മുടെ സ്ഥിരം ജയചന്ദ്രൻ മെട്രോ വാർത്തയിലെ KP ജയചന്ദ്രൻ്റെ ഒരു പടം. സത്യത്തിൽ മെട്രോ വാർത്ത പത്രം ഉണ്ടെന്ന് എല്ലാവരും അറിയുന്ന ഈ പടം കൊണ്ട് മാത്രം. അദ്ദേഹം അത് അതിസമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫറാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സംസാരിക്കുന്ന ചിത്രങ്ങളാണ്. നമ്മൾ വേറെ ഒന്നും അറിയണ്ട. അതിനകത്ത് 3 സ്നാപ്പാണ് അതിനകത്തുള്ളത്. 3 സ്നാപ്പ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് ഈ വെള്ളം അടിച്ചടത്തു നിന്ന് ഒരു AISFന്റെ പ്രവർത്തകൻ ഒരു കുപ്പിയിൽ ഇത് ശേഖരിക്കുന്നു. ഈ വെള്ളം അയാൾക്ക് കൊടുക്കും, K. രാജന് കൊടുക്കുന്നു. K. രാജൻ ഇതുമായിട്ട് പിന്നെ കാണിക്കുന്ന പിണറായി വിജയൻ നിയമസഭയെ പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് മലിനജലമാണെന്ന് ആഭ്യന്തരമന്ത്രി സമ്മതിച്ചു. കാരണം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് അതോറിറ്റിയുടെ വെള്ളമാണ് സാധാരണ ജലപീരങ്കിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ സ്പീക്കർ പറഞ്ഞു ഈ വിവാദം ഇവിടെ നിർത്താം, ഇതിൻ്റെ ജലപരിശോധനാ ഫലം വരട്ടെ. ഇത് അടിച്ചപ്പോൾ എല്ലാവർക്കും ചൊറിയുന്നു നാറുന്നു ഒക്കെയുണ്ട്. നാറ്റക്കേസാണ്, മലിനജലം കൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം നമ്മളതിനെ തമാശയായിട്ട് കാണരുത്. നമുക്കിപ്പം പക്ഷെ അതിനടിയിൽ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ നാട്ടിലുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരും എല്ലാം നീയൊക്കെ കുറേ നാൾ ഇത് കിട്ടാതിരുന്നല്ലേ, അത് കിട്ടട്ടെ. പക്ഷെ അത് അതൊരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് അവർ അത് ഈ കാലത്ത് ഷിഗല്ല പോലെയുള്ള മാരക രോഗങ്ങളുള്ള സമയത്ത് ഇത് എത്ര മലിനജലമാണെങ്കിലും അത് കൊണ്ടടിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. എങ്കിൽ പോലും നമ്മളത് ഓർക്കണം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത് തന്നെയാണ് കൊണ്ടടിച്ചത്. ഇതിനേക്കാളും വൃത്തിയായിട്ട് വെള്ളമാണ് അടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ട് ഒരു പോസ്റ്റ് ഇട്ട് പനിനീര് തളിക്കാനും മിനറൽ വാട്ടർ തളിക്കാനും ഒന്നും പറ്റില്ല. നിങ്ങളന്ന് അടിച്ച വെള്ളത്തിൽ നിന്ന് ചോരയുടെ കളറായിരുന്നു, അത് ഞങ്ങളുടെ ശരീരത്തിലെ ചോരയായിരുന്നു ഒക്കെ പറഞ്ഞ് വൈകാരികമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ജലപീരങ്കി എന്ന് പറഞ്ഞാൽ വലിയ അപകടം പിടിച്ച സാധനമാണ്. അതിന് എനിക്ക് തോന്നുന്നു പല അവസ്ഥകളുണ്ടെന്ന്. ഫുൾ സ്പീഡിൽ അടിക്കാൻ നമ്മൾ തെറിച്ചു പോകും. ഈ ഇതൊക്കെ വന്ന് ദേഹത്തടിച്ചാൽ നമുക്കൊരു വലിയ, നമുക്കറിയാമല്ലോ ഏറ്റവും ശക്തമായ ഫോഴ്സ് എന്ന് പറയുന്നത് വെള്ളമാണ്. അതുകൊണ്ടാണല്ലോ അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഈ അതിശക്ത വലിയ വെളിയിൽ നിന്ന് താഴോട്ട് ഇറക്കി വിട്ടാലേ ഈ ടർബൈൻ കറക്കുകയാണെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം. ജലത്തിന്റെ ഒരു ശക്തി നമുക്കിപ്പം ഒരു നദിയിൽ ഇറങ്ങിയാൽ പോലും അടിയൊഴുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും നമുക്കത് പിടിച്ചു നീക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായ ഒരു കാര്യമായിട്ടാണ് ഇവരെ അവതരിപ്പിച്ചത്. പക്ഷേ സർക്കാർ നടപടിയെടുക്കാം, അത് അന്വേഷിക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒത്തിരി നാളായിട്ട് ഈ ജലപീരങ്കിക്കകത്ത് വെള്ളം ഇല്ലാതെ കിടന്നതാണ്. തുരുമ്പാണോ എന്ന് സംശയമുണ്ട്. ഇതിനകത്ത് തുരുമ്പ് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് പ്രധാനമായും ഞങ്ങളെ നാട്ടിൽ കൂടെയാണ് കരമനയാർ ഒഴുകുന്നത്. അവിടെ ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ മലമ്പ്രദേശം. അപ്പോൾ വെള്ളം കലങ്ങിൽ വെള്ളമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വാട്ടർ അതോറിറ്റിക്കാർ വേണ്ടത്ര ശുദ്ധീകരിക്കാതെ ആണോ ഇത് കയറ്റി വിട്ടതെന്ന് അറിഞ്ഞത്. അതിന് അരുവിക്കര വെച്ചാണ് ശുദ്ധീകരിക്കുന്നത്. എൻ്റെ അരുവിക്കര തന്നെ നേരിട്ട് പോലീസിൻ്റെ വണ്ടി കൊണ്ട് ശുദ്ധീകരിക്കാത്ത വെള്ളം കൊണ്ടുവന്നാണോ എന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടത്. ചില ആൾക്കാർ ആവശ്യപ്പെട്ടത് അടുത്ത ദിവസം തൊട്ട് ഇത് മിനറൽ വാട്ടർ കൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്ന് ചില സിനിമാ നടന്മാർ കുളിക്കാൻ മിനറൽ വാട്ടർ ആവശ്യപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ പോലും കുളിക്കണമെങ്കിൽ മിനറൽ വാട്ടർ വേണം. അങ്ങനെ പണ്ട്
ഒരു നടനെ കുറിച്ച് അതെ, പറയായിരുന്നു, അതെ. അയാൾ മിനറൽ വാട്ടറിലാണ് കുളിക്കുന്നത്. കുളിക്കണേ. സത്യമായിരിക്കും, കാരണം ആ പുള്ളി ഇപ്പോഴും വേദിയിലൊക്കെ എത്തി ആദ്യം അവിടെ ഇരിക്കുന്ന കൈതെടുത്ത് കൈയൊക്കെ കഴുകും, മിനറൽ വാട്ടർ എടുത്ത് കൈയൊക്കെ കഴുകി ഇത് വെച്ച് തുടച്ചൊക്കെ ഇരിക്കത്തുള്ളൂ. മറ്റാരും അല്ല, നമ്മുടെ സുരേഷ് ഗോപിയെ അതെ, കുറിച്ചാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഇങ്ങനെ ഒരു അപഖ്യാതി കൊണ്ട് അപഖ്യാതി സത്യമാണെന്ന് കൊണ്ടുണ്ട്. അറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് ശരിയാണെന്ന് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. തോന്നുന്നുണ്ട്. അപ്പം ഈ എന്താണെങ്കിലും ഇത് പിണറായി വിജയൻ ഈ മലിനജലം അടങ്ങിയ കുപ്പിയുമായി ഇവിടെ കയറി ഒരു പ്രസംഗമൊക്കെ അങ്ങ് നടത്തി, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ. അപ്പം നമ്മൾ ആലോചിക്കണം, സമരം നടത്തുമ്പോൾ ഇരു കൂട്ടർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇത് മേടിച്ച് കർണപുടം വരെ തകർന്നു പോകുന്ന പറഞ്ഞു, അത്ര ഫോഴ്സാണ് ഈ വെള്ളത്തിന്. ഇത് തലയോ ചെവിയോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കൊക്കെ പ്രശ്നമാണ്. ഇത് നേരിട്ട് വന്ന് നടുവിനൊക്കെ വീണ നട്ടലിന് വരെ പരിക്ക് പറ്റത്തക്ക രീതിയിലുള്ള ഫോഴ്സ് അല്ല, ഇത് പിന്നെ ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ കോഴ്സ് ഡയറക്ടറായിരുന്ന KC ജോൺ സാറാണ്, ടൈംസ് ഓഫിൻ്റെ ലേഖനക്കാരൻ. അദ്ദേഹം വളരെ പ്രമുഖനായ, എത്ര 38 വർഷം കണ്ട് ടൈംസ് ഓഫിൻ്റെ ലേഖനമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു രസമുള്ള ഒരു കഥ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ വിമോചന സമര കാലത്ത് പോലീസ് ലാത്തിചാർജ് നടത്തിയാണ് തിരുവനന്തപുരം സിറ്റിയിൽ. അപ്പം പെട്ടെന്നാണുള്ള ഒക്കെ ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള അണികളെ ഓടിച്ചിട്ട് അടിക്കുകയാണ് പോലീസ്. അപ്പോഴാണ് ഒരു പിന്നെ ഒരു പോലീസുകാരൻ പെട്ടെന്നാണുള്ള നേരെ ഈ കളവനാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്, അടിയും കൊണ്ട്. അപ്പോൾ അവിടെ മുതിർന്ന പോലീസ് അയാളെ പിടിച്ച് മാറ്റി നിർത്തി. അദ്ദേഹം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന, അവിടെ തിരുവനന്തപുരം മുഖ്യമന്ത്രിയൊക്കെയായിരുന്നല്ലോ അതിന് മുമ്പ്. കേരള മുഖ്യമന്ത്രി അതിന് ശേഷമാണല്ലോ, വലിയ ആളല്ലേ 10 നാൾ. അപ്പോൾ പെട്ടെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ, അതെന്തോ ഒരു മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം പെട്ടെന്നാണല്ലോ ചോദിച്ചു വന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉന്നതൻ്റെ അടുത്ത് ചോദിച്ചത്, എന്താണ് മാരാരെ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിച്ചെന്ന്. അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു, സാർ ഞങ്ങൾ അങ്ങയുടെയും പോലീസായിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലത്ത് മറ്റേ നിങ്ങൾ എതിർപക്ഷക്കാരന്മാർ ഞങ്ങൾ ഇതുപോലെ തല്ലിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലത്ത് അവരുടെ കാലത്ത് നിങ്ങളെ തല്ലേണ്ടി വരുന്നു. അതെ, അതാണ് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു വിരോധാഭാസം എന്ന് വേണേൽ പറയാം. കേരളത്തിലെ ഒരു വിരോധാഭാസം അല്ലെ, അങ്ങനെ ഒരു കാഴ്ച. ഇതിനെ നമ്മൾ കാവ്യനീതി എന്നൊക്കെ പറയും. എന്താണെങ്കിലും കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് KSUക്കാർ പിള്ളേരെ ഇതേ മലിനജലം ഉപയോഗിച്ചാണ് അടിച്ചു വീഴ്ത്തിയത്. അന്ന് ഇത് പറയുമ്പോൾ എന്തിനാണ് സമരത്തിന് പോയിട്ടല്ലേ? തലയടിച്ച് പൊട്ടിച്ച AD തോമസിനെ കാണുമ്പോൾ ആ തലയടിച്ച് പൊട്ടിച്ച പോലീസുകാരെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ്. അപ്പോൾ നിങ്ങളിതിന് പോയിട്ടല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉയർന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ജലവീരങ്കിയിൽ ഇത്തരം വെള്ളം തന്നെ ആയിരിക്കും ഇനിയും വരാൻ പോകുന്നത്. കാരണം കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു നാടാണ്. അവിടെ നമുക്ക് ഇതെല്ലാം കൂടെ വെച്ച് അടിക്കാൻ പിന്നല്ലാതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണെങ്കിലും ഇത് വലിയ രസകരമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചു. ഈ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളെല്ലാം ഇതെടുത്ത് വെച്ച് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇതേ അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുള്ളതാണല്ലോ. അന്ന് പിന്നെ ആരും നിയമസഭയിൽ കുപ്പിയും കൊണ്ട് ചെന്നില്ല, വെള്ളം ആരും ചെന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇന്ന് പിണറായിക്ക് വേറെ ചെയ്യാനുമില്ല. പ്രതിപക്ഷത്തിരുന്ന് എന്ത് ചെയ്യാൻ, ഈ കുപ്പിവെള്ളം കൊണ്ടുവന്ന് കാണിച്ച് ഇത് നിങ്ങൾ ഞങ്ങളുടെ ആളുടെ ചെറിയവെള്ളം ദേഹത്തൊഴിച്ചു എന്നൊക്കെ പറയാനല്ലേ കഴിയുള്ളൂ. വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പ്രത്യേകരണമാണ്. അല്ല, എന്താണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നതെല്ലാം തിരിച്ചു വരുമ്പോൾ ഇവർക്ക് എതിർക്കാൻ പറ്റുന്നില്ല. വലിയ ധർമ്മസങ്കടത്തിലാണ്. അതൊരു സത്യത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയിൽ നമുക്ക് ഒരു വലിയ ഒരു സഹതാപമുണ്ട് അല്ലേ? അതെ, ഇവർക്കൊന്നും പറയാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കണം, എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇവര് കഴിഞ്ഞ തവണ ചെയ്തതൊക്കെ ഇപ്പൊ തിരിച്ചു വരുമ്പോൾ എന്ത് പറയാനാ? അത് മാത്രമല്ല 10 വർഷമായി പോയി. ഒരു വർഷം ഇടവേള ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 10 വർഷം തുടർച്ചയായിട്ട് അന്ന് കേരളത്തിലെ പോലീസും ഈ സഹാക്കന്മാരെല്ലാം കൂടെ കാട്ടിക്കൂട്ടിയ വിക്രികളൊക്കെ തന്നെ അവരെ തിരിച്ചടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ്. എന്തായാലും മലിനജലം മാറ്റി മിനറൽ വാട്ടർ ആക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.